ഹലോ, ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ടാങ്ക് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂടുകാലത്ത് എല്ലാവരുടെയും വീട്ടിലിപ്പോൾ നാരങ്ങയും ടാങ്കും എല്ലാം കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും മടിക്കല്ലേ. ഇപ്പോൾ ഈ ചൂട് കാലമായതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെ ടാങ്കോ നാരങ്ങയോ എല്ലാം കാണും. അതുകൊണ്ട് നമുക്ക് ടാങ്കും കൊണ്ടൊരു ചെറിയൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മാംഗോ ഫ്ലേവറിലുള്ള ടാങ്കാണ്. ഇതൊരു കവറിന് 30 രൂപ. നമുക്കപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും ഒരു 4 വലിയ ടേബിൾ സ്പൂൺ ടാങ്കിൻ്റെ പൊടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ടാങ്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ടാങ്കിൽ കുറച്ച് പഞ്ചസാരയുടെ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വലിയ 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിൽ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും വേണ്ട. കാരണം നമ്മൾ പഞ്ചസാര ഡയറക്റ്റ് ചേർക്കുമ്പം ചിലപ്പോൾ നല്ലപോലെ അലിഞ്ഞെന്ന് വരത്തില്ല. നമ്മൾ ഈ ടാങ്ക് കലക്കുമ്പോൾ അടിയിലൊക്കെ ഈ പഞ്ചസാര കാണത്തില്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പൊടിയുടെ കൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം, ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് ഒരു പതപ്പ് പോലെ വരും, അതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക. നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കാൻ നോക്കണേ. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇത് മിക്സിയുടെ ജാറിലോട്ട് വെച്ചിട്ട് ഒരു തവണ പൾസ് ചെയ്യുക, പിന്നെ ഓഫ് ചെയ്തിട്ട് പിന്നെയും പൾസ് ചെയ്യുക. അങ്ങനെ ഒരു 3-4 തവണ പൾസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് നല്ലതായിട്ട് വരും. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അതിനുവേണ്ടി ഐസ് കട്ട നമ്മൾ ആദ്യം ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. ഐസ് കട്ട മസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉണ്ടെങ്കിൽ മാത്രം കസ്കസ് ചേർത്ത് കൊടുക്കുക. കസ്കസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതും കൂടി ചേർത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1-2 ഐസ് കട്ടയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ടാങ്കും കൊണ്ട് നല്ല അടിപൊളിയാണ്. ഈ ചൂടത്ത് ഇതായാലും ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമുക്ക് അടിപൊളിയാവും. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ടാങ്ക് എല്ലാവരുടെയും വീട്ടിലിപ്പോൾ കാണും, ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ ടാറ്റാ.